ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കസ്തൂരിമഞ്ഞളാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇന്ന് പ്ലാന്റ്സും ലോട്ടസും ഒന്നുമല്ല, ഇതാണ് കസ്തൂരിമഞ്ഞൾ. ഇത് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല. കസ്തൂരിമഞ്ഞൾ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം. ഇത് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് എല്ലാവരും അന്വേഷിക്കുന്ന ഒരു മഞ്ഞളാണ്. ഇതിൻ്റെ ഒരു മഞ്ഞളിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ പാലിൽ അരച്ച് മുഖത്ത് പുരട്ടിയാൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ തന്നെ കുരുക്കൾ, പിന്നെ ഈ വെയിൽ കൊണ്ടൊക്കെ പൊള്ളലേറ്റ സ്ഥലങ്ങൾ, അവിടെയൊക്കെ നന്നായിട്ട് വെളുത്ത് വരും. അതുപോലെ തന്നെ മുഖത്ത് നല്ല തിളക്കവും നല്ല സോഫ്റ്റുമായി കിട്ടും. ഓക്കെ, ഇത് ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ഞാൻ വിൽക്കുന്ന ആളുകളുടെ അടുക്കൽ നിന്ന് മേടിച്ചിട്ട് കൃഷി ചെയ്താണ്. ഒത്തിരി വന്നപ്പോൾ ഞാനത് സെയിലിന് ഇട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് കണ്ട, ഇത് ഒടിക്കുമ്പോൾ കണ്ട നല്ല ക്രീം കളറാണ് ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ലൈറ്റായിട്ട് ഇതിനൊരു കസ്തൂരിയുടെ സ്മെല്ലുണ്ട്. അതുകൊണ്ടാണ് ഇതിന് കസ്തൂരി മഞ്ഞൾ എന്ന് പേര് വന്ന. നമുക്ക് മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം നല്ല മഞ്ഞ കളറിലിരിക്കും. അത് ആക്ച്വലി കസ്തൂരി മഞ്ഞളല്ല, അത് മഞ്ഞ കൂവയാണ്. ഓക്കെ, അത് തേച്ചുകൊണ്ട് ഗുണമൊന്നുമില്ല. ഇത് തേക്കുമ്പോൾ നല്ല തണുപ്പാണ്, നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇനി അടുത്തത്, ഇത് ഓൾറെഡി ഞാൻ സെയിലിൽ ഇട്ടിട്ടുണ്ട്, അടതാപ്പ് എന്ന് പറയുന്ന സംഭവം. അതായത് ഉരുളക്കിഴക്കിന് പകരക്കാരൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് നമ്മൾ എന്തൊക്കെ ഭക്ഷ്യവിഭവമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കും, അതെല്ലാം ഈ പറഞ്ഞ അടതാപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. കറികളിൽ ഓക്കെ, റോസ്റ്റ് ചെയ്യാം, ഇനി ഇറച്ചിയുടെ കൂടെ വേണമെങ്കിൽ വെക്കാം, എങ്ങനെ വേണമെങ്കിലും പാചകം ചെയ്യാവുന്ന ഒരു ഭക്ഷ്യവിളയാണ് അടതാപ്പ്. ഏകദേശം ഈ കാച്ചിലിന് സാമ്യമായിട്ട് നമ്മൾ നടുകയും അതുപോലെ തന്നെ കാച്ചിലിന് ഉണ്ടാകുന്നത് പോലെ വള്ളി ഉണ്ടായിട്ട് ഓരോ വള്ളികളുടെയും ഇടയ്ക്ക് ഇൻ്റർലീഫിന് ഇടയ്ക്ക് ഇത് കായ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു നട്ടുപിടിപ്പിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഭക്ഷ്യയോഗ്യമായ സാധനമാണെന്ത് അടതാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അത് നമ്മൾ നടുന്ന സമയം. അതായത് മാർച്ചിൽ നമ്മൾ മേടിച്ച് വെച്ചാൽ ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ഇതിനെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത്. കാരണം അത്രയും നാൾ ഇതിങ്ങനെ എടുത്ത് വെച്ചേക്കണം. കായകൾ ഉണ്ടായാലും എടുത്ത് വെച്ചിട്ട് ഇതിനിപ്പോൾ ദേ കണ്ടോ, ഞാൻ ഈ മുളകൾ കാണിക്കുന്നുണ്ട്, കണ്ടോ, അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മുളകൾ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ മുളകൾ വരുന്ന ടൈം നമ്മൾ നടുകയാണ്. ഓക്കെ, താങ്ക് യു.